എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ചത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. തർക്കത്തിനിടെ പ്രതികൾ കാറെടുത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് എത്തിയിട്ട് പോയാൽ മതിയെന്ന് ഐവിൻ പറഞ്ഞത് പ്രകോപനത്തിന് കാരണമായി. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചുവെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ ഐവിൻ കൊലപാതകത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകോപനമായത് പോലീസ് എത്തിയിട്ട് പോയാൽ മതി എന്ന് ഐവിൻ പറഞ്ഞതാണ്. ആ സമയത്ത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഈ കാർ ഐവിനെ ഇടിക്കുകയായിരുന്നു എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഈ പ്രതികളെ ഇപ്പോൾ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകും. പിന്നാലെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടക്കും. അതൊക്കെ തന്നെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഐവിനെ കാർ ഇടിപ്പിച്ചത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. തർക്കത്തിനിടയിൽ പ്രതികൾ കാർ എടുത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് ഐവിൻ പറഞ്ഞതാണ് പ്രകോപനകരമായത് എന്നാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ ബോണറ്റിൽ വലിച്ചുകൊണ്ടുപോയ ശേഷം റോഡിലേക്ക് തെറിച്ച് വീണ ഐവിൻ കാറിനടിയിൽപ്പെട്ടു എന്ന് പറയുന്നു. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. തൽക്കാലം റിമാൻഡിലാണ്. ഇനി കസ്റ്റഡിയുണ്ട്, തെളിവെടുപ്പുണ്ട്. ഇന്ന് വലിയ പ്രതിഷേധം അരങ്ങേറി. അത് നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് ഡിവൈഎഫ്ഐയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസും കോടതിക്ക് പുറത്ത് പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പ്രതിഷേധിച്ചിരുന്നു. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.